നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ വീഡിയോസ് എല്ലാം വീണ്ടും വീഡിയോസ് ഇടുന്നത് ഒന്നോടെ സ്റ്റാർട്ട് ചെയ്യാണ്. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരി, പക്ഷേ സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്നാൽ പോലും അത് സാധിക്കാറില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ കുറച്ച് തിരക്കുകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. എന്നാലും നമ്മളിനി സമയം കണ്ടെത്തി. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് വീഡിയോസ് ഇടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നോക്കാം, നമ്മൾ പറ്റുന്നത് പോലെ ചെറിയ വീഡിയോസ് നമുക്ക് ഇടാൻ ശ്രമിക്കാം. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത് വച്ചിരിക്കുന്നൊരു സംഗതിയാണ്. അത് നിങ്ങളോടങ്ങ് പറഞ്ഞ്, അത് പ്രോപ്പർ വീഡിയോ എടുത്തതല്ല, ക്ലാസ്സിൽ തന്നെ കളിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ഞാൻ ഇട്ട് തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ വരവീണ എന്നുള്ള കീർത്തനത്തിൻ്റെ ഒരു കൊറിയോഗ്രാഫിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സോങ് എൻ്റെ കയ്യിലില്ല. ഞാനത് പാടി പഠിപ്പിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾ ഇത് കാണുന്നവർക്ക് ആ സോങ്ങൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഓർക്കസ്ട്ര വെച്ച് ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ വിട്ടുപോവാതിരിക്കുക, വീഡിയോസൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, പങ്കുവയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വരവീണ തിശ്വരത്തിലുള്ള രൂപകതാളത്തിൽ പോകുന്ന ഒരു ഗീതമാണ്. നമുക്കറിയാം, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ളവർക്കറിയാം. വരവീണ മൃദുപാണി വനരുഹലോചനറാണി, ഇതിങ്ങനെ പോവും. അപ്പോൾ ഞാൻ എവിടെ വീഡിയോ എടുക്കാൻ നിന്നാൽ അവിടെ വണ്ടികൾ ഇങ്ങനെ പിന്നെ പോകാൻ തുടങ്ങും. അതുവരെ ആ പ്രദേശത്ത് ഒരു വണ്ടി പോലും ഇല്ലെങ്കിലും പിന്നെ പൊക്കോളും. എന്തായാലും അങ്ങനെ ശബ്ദം നിങ്ങൾക്ക് ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഇലക്ഷൻ്റെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ എന്തേലും ആട്ടെ, ശല്യമില്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം എൻ്റെ സ്വരം പാടണം. ഗ ഗ പ പ. ആ സ്വരത്തിന് നമ്മൾ മുഴുവനും ധിത്തിത്തൈ അടവ്, ഞാൻ പറഞ്ഞില്ല രൂപകത്തിലായതുകൊണ്ട് ധിത്തിത്തൈ അടവുകളുടെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ധിത്തിത്തൈ അടവുകൾ മാത്രം വെച്ച് രണ്ടാം കാലത്തിലും അതുപോലെ മൂന്നാം കാലത്തിലും അങ്ങനെ 2 സെറ്റായിട്ടാണ് നമ്മളിത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അടവുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നു. അതിന് ശേഷമുള്ള ഭാഗമാണ് നമുക്ക് പിന്നെ ഇനി പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അടവ് വച്ച് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ രണ്ടാം കാലവും മൂന്നാം കാലവും കാണാം. അതിൽ പാട്ടില്ല, സ്വരമില്ല. അത് നിങ്ങൾ കണക്കാക്കി എടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി, ഇതതിൻ്റെ രണ്ടാം കാലം. ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി, ഇതതിൻ്റെ മൂന്നാം കാലം. അപ്പോൾ ആ കളിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ അതിൻ്റെ സെക്കൻഡ് സ്പീഡാണ് എടുക്കുന്നതെങ്കിൽ ഇതിങ്ങനെ വരും. അതായത് ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ, ഇങ്ങനെ പോവും. തേർഡ് ആണെങ്കിൽ ഗ ഗ പ പ ധ പ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതാട്ടോ. അടവുകൾ പഠിച്ച് തുടങ്ങി വരുന്ന കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് വലിയ കൊറിയോഗ്രാഫി ഒന്നുമല്ല, സിമ്പിൾ കൊറിയോഗ്രാഫിയാണ്. ധിതിത്തൈ കളിക്കാൻ അറിയുന്ന എല്ലാവർക്കും അത് പഠിക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ സാഹിത്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് കാണുക.
നമുക്ക് നോക്കാം. ആദ്യത്തെ വരവീണ മൃദുപാണി, മൃദുവായ കരങ്ങളിൽ വീണയുമായിട്ടിരിക്കുന്നവൾ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായത് കാരണം കൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകില്ല. ആദ്യം നമ്മൾ മറ്റേ അതിൻ്റെ അടവ് അത് കഴിഞ്ഞു കേട്ടോ. അതായത് ടര 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 ടാര, ഞാൻ പറഞ്ഞ അടവുകളാണ്. അടവുകൾ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നിന്നിട്ട് ഒരു തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അതായത് വര വരവീണ മൃദുപാണി വരവി, എന്നിട്ടാണ് നമ്മൾ തുടങ്ങണം. അപ്പോൾ ആ വരവീണയ്ക്ക് ഇരിക്കണം. വരവീണ മൃദുപാണി, എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക ഉണ്ടോ, ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് കൈ ഇങ്ങനെ ആക്കാം, ദേവിയുടെ മുദ്ര കൊടുക്കാം. എഴുന്നേറ്റ് കഴിയുമ്പം വേണമെങ്കിൽ ഇതെടുക്കാം, അതൊന്നും വിഷയമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അതാണ് ഒന്നാമത്. വനരുഹലോചനറാണി, അതടുത്തത്. ഓക്കെ, വനരുഹലോചന റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ, അപ്പോൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ ചനറാണി, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ രാജ്ഞി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ റാണി എന്നുള്ള മുദ്ര ഇങ്ങനെ എടുക്കുക. അപ്പം ധിത്തൈ ധിത്തൈ. ഓക്കെ, വനരുഹലോചന റാണി, ഇതെടുക്കാം. സുരുചിരഭംഭരവേണി, കറുത്ത ഇടതൂർന്ന വണ്ടുകൾ നിറഞ്ഞു കിടക്കുന്നത് പോലത്തെ മുടിയുള്ളവൾ. അപ്പം നമ്മളിത് ഉണ്ടോ, ഭ്രമരം പിടിച്ചിട്ട് ആ ഭ്രമരം കൊണ്ട് നമ്മളെടുക്കുക. അത് നോക്കൂ, സുരുചിരഭം സുരുചിരഭം ഭരവേണി, വേണി സുരനൂത കല്യാണി, ദേവന്മാർ. അപ്പം സൂരനൂത കല്യാണി, ദേവന്മാർ, ആകാശത്തുള്ള, ആകാശമാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ദേവലോകം. അപ്പം അല്ലെങ്കിൽ ഇത് മാത്രം എടുത്താലും മതി. സൂരനൂത കല്യാണി ഇട്ടാലും മതി. ഈ കൈ നമ്മൾ ഇവിടെയും പിടിക്കും കേട്ടോ, എങ്ങനെയും നമുക്ക് പിടിക്കാം. അടുത്തത് നിരൂപമ ശുഭഗുണലോല, ഉപമിക്കാനാകാത്തത്ര ഗുണങ്ങളോട് കൂടിയവൾ. അപ്പോൾ നമ്മളെ ഉപമിക്കാനാവാത്തത് തുല്യമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ആ ഗുണങ്ങൾക്ക് തുല്യമായിട്ടൊന്നുമില്ല. അതല്ലെങ്കിൽ പറയാൻ കഴിയാത്തപ്പോൾ 1 2 3 അല്ലേ. നിരൂപമ ശുഭഗുണലോല, ഇടത്തെ കൈ കൊണ്ട് ഉള്ളിൽ കാണിക്കുക. അതായത് പറയാൻ പറ്റാത്ത അത്രയും നല്ല ഗുണങ്ങൾ. ധിത്തൈ ധിത്തൈ, ഇത് ഉള്ള്, ഹൃദയം, ഉള്ളിൽ ഗുണങ്ങളുള്ളവൾ. ആ ബേസിൽ വന്നു. നീരതജയ പ്രദശീല, എണ്ണമറ്റ ജയങ്ങൾ, വിക്ടറി തരുന്നവൾ. അപ്പം ഞാൻ പിള്ളേരെ അത് ജയിച്ചത് അരമണ്ഡലത്തിലേക്ക് എടുക്കണം കേട്ടോ. തെയ് തെയ് ധിത്തൈ തെയ് തെയ് ധിത്തൈ തെയ് തെയ് ധിത്തൈ തെയ് തെയ് ധിത്തൈ 1 2 എന്നാണ് വിജയങ്ങൾ തരുന്നവൾ. ഓക്കെ, വരദാ പ്രിയ രംഗനായകി, വരദാ പ്രിയ മീൻസ് വരദൻ, അതായത് ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ, രംഗനായകി. പ്രിയപ്പെട്ടവൾ രംഗനായകി എന്ന് വെച്ചാൽ ദേവിയെ തന്നെ. അപ്പോൾ ആ രംഗനായിക നമുക്ക് കൈയൊന്ന് നീട്ടി ഇതാ ഈ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. വരദ പ്രിയ രംഗനായകി, ഇതിപ്പോൾ നമ്മൾ ഭഗവാനെ ഇങ്ങോട്ട് കാണിച്ചപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കൊടുക്കുക. ഇത് പൂവാണ് നമ്മളിവിടെ പിടിക്കുന്നത്, ഒരു പൂവ് കേട്ടോ. ഇങ്ങനെ പിടിക്കാം, ഇതും പൂവാണ്. നമ്മളിങ്ങനെ കടകാമുഖം ഇത് പിടിച്ചാൽ അപ്പോൾ പക്ഷിയായി, എന്ത് വേണമെങ്കിലും ചെയ്യാം.
രംഗനായകി വാഞ്ചിത ഫലദായകി. ഡിവോട്ടീസ് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ തരുന്നവൾ. ധിത്തിത്തൈ 1 2 2 ധിത്തിത്തൈ 1 2 വരും കേട്ടോ. വാഞ്ചിത ഫലദായകി. ഓക്കെ. സരസീജാസന ജനനി, അതായത് മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾ കൊടിയിൽ വിടർന്ന താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനും ജനനിയായിട്ടുള്ളവൻ. അപ്പോൾ ബ്രഹ്മാവ് നമുക്കിങ്ങനെ എടുക്കാം, ഉള്ളവനല്ല ഉള്ളവൾ, ജനനിയായിട്ട് ഉള്ളവളെ. ജയ 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 ജയവാണി. സോ ഇതിൻ്റെ തട്ടുമിട്ടൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് 2ാം കാലം 3ാം കാലം ഈ സാഹിത്യം ഇത്രയും മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു ചെറിയ ഐറ്റം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. പാടാൻ അറിയുന്ന ടീച്ചേഴ്സിനാണെങ്കിൽ അത് എളുപ്പമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവർ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആരെ കൊണ്ടുവരും ചെയ്യിച്ചിട്ടായാലും ചെയ്യുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ കമ്പോസ് ചെയ്ത് ചെയ്യാൻ. അതിനൊക്കെ മീനിങ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ വരവീണയൊക്കെ എടുത്ത് കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ പാടിപ്പോകുന്നതല്ലാതെ ലിറിക്കലി നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിള്ളേർക്ക് ഒരു ഐറ്റം ആയില്ലേ. ഈ കുട്ടികളെ സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കാനാണ്. ഇതൊന്നും അരങ്ങേറ്റം എന്നും പറഞ്ഞാൽ ആരും ചെയ്യിക്കരുത്. നമ്മളിനി LKG UKG 1 2 ഉള്ള പിള്ളേരെ എന്തിനാ ഇങ്ങനെ വാശി പിടിച്ച് അരങ്ങേറ്റമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ആദ്യമായിട്ട് കയറി കളിച്ചോട്ടെ. അതിന് ഒന്നൊരു അരങ്ങേറ്റത്തിൻ്റെ ലേബലൊന്നും കൊടുക്കാതിരിക്കുക. അവരുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് മാത്രം അതിന് കണക്കാക്കുക. ഒത്തിരി കാശൊന്നും ചിലവാക്കരുത്. ഒരുപാട് കോസ്റ്റ്യൂംസ് ഒന്നും അങ്ങനെ വിലക്കൊന്നും ഉണ്ടാക്കണ്ട. കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ചേരുന്ന എന്തെങ്കിലും കൊടുക്കുക. കുട്ടികൾ സ്റ്റേജിൽ കയറി കളിച്ച് മികച്ചവരായി പഠനം നന്നായി കഴിയുമ്പോൾ നിങ്ങൾ അരങ്ങേറ്റം നടത്തുക. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. സോ കീപ് സപ്പോർട്ടിങ് മീ. മറ്റൊരു ഐറ്റം ആയിട്ട് ഉടനെ തന്നെ നിങ്ങൾ പലരും എന്നോട് ഒത്തിരി സോങ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, എൻ്റെ സമയം പോലെ ചെയ്തു തരാം. താങ്ക് യു.